പെയിനില്ലെന്ന് പറഞ്ഞാലും എൻ്റെ പുറകെ പെയിൻ ഉണ്ട് ഇപ്പോഴും പറഞ്ഞോണ്ടിരിക്കുന്നുണ്ട്. ലൈക്ക് ഇങ്ങനെ ഇത് ഇൻസിഡന്റ് നിനക്കുണ്ട്, നീ ഇത്രയും പെയിനിലാണ്, എത്ര ഇല്ലെന്ന് നീ പറഞ്ഞാലും നിന്റെ ഉള്ള പെയിൻ ഉണ്ടെന്ന് ചെവിയിൽ ഇങ്ങനെ പണ്ട് മൂളണ പോലെ പറഞ്ഞോണ്ടിരിക്കുന്നുണ്ടെന്നുള്ള എന്തായാലും പൂവിൻ്റെ ഉള്ളിൽ. പിന്നെ അടുത്ത വരി, ഹൃദയം തകിടം മറിഞ്ഞ് തവിട് പൊടി, തകര പാട്ട കൊണ്ട് എനിക്കിട്ടടി, തകില് കൂട്ടണ താളത്തിലടി, തരി കളങ്കമില്ലാത്തൊരു തേടി ഞാൻ അലഞ്ഞ് തിരിഞ്ഞും മടുത്തതാടി. ലൈക്ക് അത് ഭയങ്കര മറ്റെന്താ നാർസിസിസം എന്നുള്ള പരിപാടി കയറി വന്ന സമയം എൻ്റെ ഉള്ളിൽ അവസാനം വന്നു. എല്ലാവരും ആർക്കും എന്നോട് ഇഷ്ടമില്ല, ആർക്കും എന്നെ വേണ്ട, കുടുംബക്കാർക്കും വേണ്ട. ലൈക്ക് എനിക്ക് വിഷമമുണ്ടായില്ല എന്നുള്ള ആരും ചിന്തിക്കാനുള്ള എന്നുള്ള ചിന്ത ടോക്സിക് ആയിരുന്നു കുറച്ച് സമയത്ത് ഞാൻ. പക്ഷെ അത് എന്നെ ഉള്ളിൽ മാത്രമേ പുറത്ത് കാണിക്കുകയില്ല, എഴുത്തിൽ മാത്രം കാണിക്കുള്ളൂ. പക്ഷെ അത് ആ ഒരു ചിന്ത ആ സമയത്ത് ഉണ്ടായിരുന്നുള്ളത് ഞാൻ പറയാൻ എന്താ. ഏതായിരുന്നു സ്പെസിഫിക് ആയിട്ട്? അല്ലല്ല, ഞാൻ ഇടയ്ക്കുള്ള ഭണ്ഡാരവും മന്ദാരം എന്തുകൊണ്ട് വന്നു എന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടായിരുന്നു. ഭണ്ഡാരം അങ്ങനെ അതിനായിട്ട് തന്നെ എഴുതിയതാ. അത് ഒരാൾ ചോദിക്കണം ഞാൻ പ്രതീക്ഷിച്ചിരുന്നതാ. ആരെങ്കിലും ഒക്കെ ചോദിക്കട്ടെ അതുപോലത്തെ മറ്റേ KL42 എഴുതിയിട്ടുണ്ട്, അത് കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ. അതെ. അതേപോലെ ഈ പെയിൻ ഇങ്ങനെ തുടരുന്നത് സത്യത്തിൽ ചിലതൊക്കെ ഗുണമാണ്, പക്ഷെ പെയിൻ ഓവർകം ചെയ്ത് നമ്മൾ പോണം. ഇപ്പൊ വീണ്ടും കാതില് ഉണ്ട് എന്ന് പറയുന്നത് ആക്ച്വലി അത് വേണോ നമുക്ക് മുൻപോട്ട് പോകാൻ? എനിക്ക് എന്തോ ഒരു വേണമെന്നൊരു തോന്നലുണ്ട്. ലൈക്ക് ഭയങ്കര പ്രശ്നമല്ല, പക്ഷെ ആ പെയിനിൽ നിന്നാണ് ഞാൻ ഉണ്ടായത്. അതെ, അപ്പം എനിക്ക് ആ പെയിൻ വേണം. ഭയങ്കരമായിട്ട് ഞാൻ അടിച്ച് ഇങ്ങനെ ഇരിക്കുകയല്ല, എനിക്ക് പാടുമ്പോഴൊക്കെ ആ പെയിൻ വേണം. ആ പെയിൻ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എത്ര അഗ്രസീവ് ആണെന്നുള്ളത് എനിക്ക് ചിന്തയിലുണ്ട്. സോ ഞാൻ പെയിൻ കളയാണ്ട് നോക്കും. ഞാൻ ഓവർകം ചെയ്ത് 100% ഓവർകം ചെയ്തു, പക്ഷെ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ആ പെയിൻ വേണം. ഞാൻ അതുകൊണ്ട് ഇങ്ങനെ എഴുതണത്. എനിക്കിങ്ങനെ പണ്ടിങ്ങനെ വിഷമമുണ്ടായിരുന്നു, എന്തായിരുന്നു, അപ്പം അത് ഞാൻ ഇങ്ങനെ എനിക്ക് വേണമെന്ന് പറഞ്ഞാൽ ഇങ്ങനെ തിരിച്ചെടുക്കുകയാണ്. മനസ്സിലായി. മോശമായിട്ടല്ല, നല്ല രീതിയിൽ. ആ പെയിൻ ഉള്ളതുകൊണ്ടാണ് ഞാനിങ്ങനെ ആയതെന്നുള്ള ചിന്ത എനിക്ക് ഉള്ളതുകൊണ്ട്. നമ്മുടെ കൂടെ ഉള്ള ഒരു പുള്ളിക്കൊക്കെ പറഞ്ഞു അത് കുറച്ച് സാഡിസ്റ്റ് ചിന്തയാണ്, എനിക്കറിയാം, പക്ഷെ എനിക്കത് വേണം. ആ പെയിൻ ഉള്ളതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ നിൽക്കണത്. ആ പെയിൻ എനിക്ക് വേണം എന്നുള്ള സാധനം എത്രത്തോളം മനസ്സിലാവും അറിയില്ല ആർക്കും. അല്ലല്ല, എഴുത്തിന്റെ ക്രിയേറ്റിവിറ്റിയെ നമ്മൾ ചിലപ്പോൾ ചില പെയിൻസിനെയൊക്കെ ചിലപ്പോൾ റീകളക്ട് ചെയ്യും, എങ്കിലേ അത് കറക്റ്റായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ ചില സീൻസിലൂടെ പോയിട്ടുണ്ടാവും, അതായിരിക്കും റീക്രിയേറ്റ് ചെയ്ത് നമ്മൾ അഭിനയിക്കുക. അപ്പം ഒരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം ആ പെയിന് ചില സമയത്ത് അത് പ്രൊഡക്റ്റീവായി ഉപയോഗിക്കാൻ കഴിയുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കണത്. ആ അർത്ഥത്തിലുള്ള പെയിൻ നല്ലതാണ്. അതെ, ആ അർത്ഥം തന്നെ. കാരണം ഇപ്പൊ എനിക്ക് പെയിനെ കുറിച്ച് എഴുതാൻ പറ്റില്ല, എനിക്കിപ്പോ പെയിൻ ഇല്ല. അപ്പൊ എനിക്ക് അന്ന് ആ പെയിൻ ഉണ്ടായിരുന്നു, അത് ഞാൻ ഇപ്പൊ എഴുതണം, അത്രേ ഉള്ളൂ. ഇപ്പൊ എനിക്ക് പെയിൻ ഇല്ല, കംഫർട്ട്, ഓക്കെ പരിപാടിയാ. പക്ഷെ ഞാൻ എഴുതുമ്പോ എനിക്ക് പെയിൻ വേണമെങ്കിൽ എനിക്ക് അന്നത്തെ കാലത്തിലേക്ക് പോകണം, ഒരു പരിപാടിയാണുള്ളൂ. ഈ KL42 എഴുതുന്ന സമയത്ത് എനിക്ക് ചില ഒബ്ജെക്ഷൻസ് ഉണ്ട്, ഞാനത് ചോദിക്കാം. KL42 ഒരുപാട് തരത്തിലുള്ള പോസിറ്റിവിറ്റി ഉണ്ട്, പക്ഷെ എനിക്ക് ചില സ്ഥലങ്ങളിൽ വിയോജിപ്പ് തോന്നിയിട്ടുണ്ടായിരുന്നു, അത് ഞാൻ പറയാം. പിന്നെ ആ ഭരണം നിങ്ങൾ രണ്ടുപേരും കൂടെ ചെയ്തില്ലേ, ആ ഭരണം എന്ന് പറയുന്ന അത് ഫുള്ള് ഞാൻ തന്നെ എഴുതിയതാ പണ്ട്. അത് പക്ഷെ വ്യക്തമാണ്, ആശയമുണ്ട്, ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഈ KL42 നീ കണ്ടിട്ടും കാണാതെ പോൽ നടിക്കും അതൊക്കെ വന്നിട്ട് ഒരു സാധ്യത എന്താ വെച്ചാൽ, മര്യാദക്കല്ലേ മൈ ഡിയർ ഓമനക്കുട്ട എന്നൊക്കെ പറയുമ്പോൾ ഇപ്പോൾ റാപ്പേഴ്സിൻ്റെ ഇടയിൽ ഇങ്ങനെ കൂടി കമ്മ്യൂണിക്കേറ്റ് ചെയ്താലേ ആങ്കർ പൂർത്തിയാവുള്ളൂ എന്ന് പറയുന്നൊരു ധാരണ വന്നിട്ടുണ്ട്. അത് എങ്ങനെയാണ് എനിക്ക് കൈകാര്യം ചെയ്യേണ്ടതെന്ന് അറിഞ്ഞുകൂടാ. പ്രതിഷേധത്തിന് പ്രത്യേകിച്ച് ഭാഷയുണ്ടോ? പ്രതിഷേധം നമ്മൾ ഭയങ്കര പ്യൂറായിട്ട് ചെയ്യണമെന്നും എനിക്ക് അഭിപ്രായമില്ല. മനസ്സിലായോ? അതെ, അതിനെ എങ്ങനെയാണ് കാണുന്നത്? അതെ, ലൈക്ക് നമ്മ കണ്ടുവന്ന ആർട്ടിസ്റ്റുകൾ അങ്ങനെയാണല്ലോ. ഇപ്പൊ നോർത്ത് ഇന്ത്യയിലൊക്കെ ഇതിലും എക്സ്പ്ലിസിറ്റ് ആയിട്ട് ചെയ്ത ആൾക്കാരാ. നമുക്ക് കേൾക്കുന്ന റാപ്പേഴ്സ് ഒക്കെ ഭയങ്കര എക്സ്പ്ലിസിറ്റ്. അപ്പൊ ഇവിടെ അത്രയും പറ്റില്ല. അപ്പൊ നമ്മ അത് ഇൻസ്പയർ ആയിട്ടാണ് നമ്മൾ എഴുതുന്നത്. സോ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് വരും. ഇതൊന്നും ഞാൻ ചിന്തിക്കാണ്ട് എഴുതിയ പാട്ടാ, പോലെ വന്ന പോലെ എഴുതി. പക്ഷെ അത് ഇൻസ്പയർ ആയവരോട് അങ്ങനെ എന്നിട്ട് ഞാൻ മൈന്ന് പറഞ്ഞപ്പോ വേണ്ട, തെറി വേണ്ട, മൈ ഡിയർ ഓമനക്കുട്ട എന്നുള്ളത് മാറ്റി. നല്ല പരിപാടി എല്ലാം നല്ല അറിയാം, പക്ഷെ പാട്ട് ആർട്ടായിട്ട് കാണാനുള്ള എനിക്കറിയില്ല. അല്ല, ഞാൻ അങ്ങനെ ചിന്ത വന്നു എനിക്ക്, എങ്ങനെ ചിന്ത വന്നു എനിക്ക്. പക്ഷെ ഒരുപാട് ചിന്തിച്ചാ എഴുത്ത് വരില്ല, ആ ഒരു ഫ്ലോയിൽ പോവാ. എനിക്കും എന്റെ എഴുത്തിൽ എനിക്കെതിരെ അഭിപ്രായമുണ്ട്, പക്ഷെ ഒന്നും ചെയ്യാനില്ല. ലൈക്ക് ഇപ്പൊ ഇങ്ങനെയാണ് പോയത്. കാരണം നമ്മൾ അടച്ചു വെക്കരുതല്ല, നമ്മൾ ഉള്ളാനുള്ള വന്നത്. നമ്മൾ എഴുതുന്നത് പൊളിറ്റിക്കലി കറക്റ്റ് അല്ലെന്ന് നമുക്കറിയാം, എന്നാലും പക്ഷെ ഇപ്പൊ എനിക്കൊന്നെ എഴുത്താതാ. അപ്പൊ ഇനി വന്നാല് നമ്മൾ അങ്ങനെ എഴുത്തിൽ അങ്ങനെ ആർട്ടായിട്ട് തന്നെ കാണാം. അല്ലാണ്ട് റിയൽ ലൈഫിൽ സംസാരിക്കുമ്പോൾ പറയാം എനിക്കത് ആ എഴുത്തിനോട് എനിക്ക് താല്പര്യമില്ല. പക്ഷെ അത് ആർട്ടായിട്ട് തന്നെ ഞാൻ കാണുന്നത് ആർട്ടായിട്ടാ.
എല്ലാവരും ആർട്ടായിട്ട് കാണില്ല, പക്ഷെ അത് ചിലർക്ക് മോശമായിട്ട് ഇൻസ്പയർ ചെയ്യാൻ അതുണ്ടാവും. ഹെൽപ്ലെസ് ആണ് കുറച്ച്. അല്ല, എനിക്കിതിനെ പറ്റിയിട്ട് ഞാൻ ചിന്തിച്ച കാര്യങ്ങളാണ് പറഞ്ഞത്. എനിക്കും ധാരണയില്ല. കാരണം എന്ന് വെച്ചാൽ ഈ ഡെമോക്രാറ്റിക് എന്ന് പറയുമ്പോൾ നമ്മളങ്ങ് ഒതുങ്ങി കൊടുത്തു കഴിഞ്ഞാൽ ഒന്നും നടക്കാൻ പോകുന്നില്ല ഇവിടെ. അപ്പം എവിടെ നമ്മൾ നിൽക്കണമെന്ന് ചോദിച്ചാൽ ഡെമോക്രാറ്റിക് ആവണം, പക്ഷെ അത്രയും ഡെമോക്രാറ്റിക് ആവണോ? ചില സമയം തോന്നലും വരൂല. ഇത്രയും മര്യാദയ്ക്ക് നമ്മൾ സമരം ചെയ്യണോ? അതെ അതെ, കാരണം അങ്ങനെ ചെയ്തിട്ടും കാര്യമില്ല എന്നുള്ള അവിടെയാ. ഞാൻ പണ്ട് രാഷ്ട്രീയ പ്രവർത്തനമൊക്കെ ചെയ്തിരുന്ന, ഞാൻ ഏതൊരു സ്ട്രൈക്കിനൊക്കെ പോയിട്ടുണ്ടായിരുന്നു, മറ്റേ ട്രെയിൻ തടയല അങ്ങനെ എന്തോ സ്ട്രൈക്കിന് പോയി ആളെ കൂട്ടി വന്ന് ഒന്നും നടന്നില്ല. പെട്രോളിന്റെ ഇത് കൂടിയപ്പാ ഞങ്ങൾ പോയിരുന്നു, എന്തോ 105 സമയത്ത് അന്ന് ഭയങ്കര രാഷ്ട്രീയം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പോയിരുന്നു. അപ്പൊ അങ്ങനെ ഭയങ്കര സ്ട്രൈക്ക് ചെയ്ത് ഭയങ്കരമായിട്ട് മുദ്രാക്കൊക്കെ വിളിച്ച് പിറ്റേ ദിവസം വന്നപ്പോൾ 107. സോ അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല എന്നുള്ള ചിന്ത എൻ്റെ ഉള്ളിൽ ഉണ്ടാകുമായിരിക്കാം ചിലപ്പോൾ, അതുകൊണ്ട് വന്നതായിരിക്കാം. എനിക്ക് കുറേയൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് വന്ന കാരണം ഞാൻ എഴുതിക്കണ്ട ചിന്തിക്കണേ എന്തുകൊണ്ടാണ് ഞാനിങ്ങനെ എഴുതിയെന്നുള്ളത്. അതിലെനിക്ക് ഒരു വ്യക്തമായ ധാരണയില്ല. ഇപ്പം അതായിരിക്കണം, ഇങ്ങനെ സമാധാനമായിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല, പിന്നെ ഞാൻ സമാധാനമായിട്ട് നിൽക്കണത് എൻ്റെ ഉള്ളിൽ ഇത്രയുള്ളത് ഞാൻ പുറത്ത് കാണിക്കാണ്ടിരിക്കണേന്ന് അതുമായിരിക്കാം. ഡിസ്കഷൻസ് മുമ്പോട്ട് പോട്ടെ, അതെ അതെ, നമുക്ക് അതിനകത്തൊരു വിധി പറയാൻ പലർക്കും പല രീതിയിലാണ്. അതെ അതെ, കാര്യം കണ്ട് കൈ കഴുകുന്നവരെ, കാര്യത്തോട് അടുക്കുമ്പോൾ മെയ് തഴുകുന്നവരെ, ഇതൊക്കെ നമുക്ക് മനസ്സിലാവും. നടുമുറിയിൽ കൊണ്ടുപോയി തൈ നടുന്നവരെ, ആ പ്രയോഗം എനിക്ക് മനസ്സിലായി. അത് മുറ്റത്ത് വെക്കേണ്ട തൈ നടുമുറിയിൽ കൊണ്ടുവന്ന് വെക്കരുത്, പക്ഷെ അത് പ്രയോഗിക്കുമ്പോ എന്തായിരുന്നു? അല്ല അയ്യോ വന്നതാ, ഒന്നുമില്ല. ആണോ? ആ പറഞ്ഞില്ല, എനിക്ക് ഇങ്ങനെ എഴുത്തു വന്നത് ഒരു ഇറഗുലർ ആയിട്ടുള്ള ഒരു സംഗതിയെ നമ്മൾ പ്ലേസ് ചെയ്തു. അങ്ങനെ ഒരു ചിന്തയില്ല, ലൈക്ക് എങ്ങനെയോ വന്ന എഴുത്ത്. പിന്നെ ആർട്ടിനും ഒരു പരിപാടി ഉണ്ടല്ലോ, ലൈക്ക് ഞാൻ എഴുതുമ്പോ ചിലത് അർത്ഥമുള്ള എഴുതും, ചിലത് ഒരു അർത്ഥമില്ലാണ്ട് എഴുതും. അപ്പൊ അങ്ങനെ എഴുതിയത് ആൾക്കാർ എന്തെങ്കിലും ചിന്തിക്കട്ടെ, അവരവരുടെ രീതിയിൽ കാണട്ടെ എന്ന് ചെയ്തതാ. അങ്ങനെ എഴുതിയപ്പോ വന്ന് ഞാനും പിന്നെ ഒന്ന് ആലോചിച്ച് എന്തുകൊണ്ടാണ് ഞാൻ എഴുതിയെന്ന്, പക്ഷെ എനിക്കതിന് ഉത്തരം കിട്ടിയിട്ടില്ല. ഇതിലൊക്കെ ഉണ്ടാകുമായിരിക്കും, ഞാൻ അതിനെ സോർട്ട് ചെയ്തെടുക്കണത്. എനിക്ക് തോന്നിയെന്ന് വെച്ചാല് മുറ്റത്ത് വെക്കേണ്ട തൈയാണ്, അതുകൊണ്ടൊന്നും നടുമുറി വെച്ചിട്ട് കാര്യമില്ലല്ലോ എന്ന് പറയുന്ന, അത് കാര്യമില്ലാത്തൊരു മിസ്പ്ലേസ്ഡ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ സ്ഥാനം തെറ്റിയ വസ്തു എന്നൊക്കെ പറയുന്ന മാതിരി ഒരു സ്ഥാനം തെറ്റലാണ് ശരിക്കും ഉദ്ദേശിച്ചതെന്നാണ് എനിക്ക് തോന്നിയത്. അതായിരിക്കും കുറച്ചുകൂടെ ഉള്ള ബുദ്ധിയുള്ളവർ ഇത് വ്യാഖ്യാനിക്കും. അതെ, എനിക്കറിയില്ല ഞാൻ എഴുതുന്നുള്ളത്. പക്ഷെ സാധനം കൊള്ളാം, പ്രയോഗം കൊള്ളാം. അപ്പൊ പുതിയ പ്രയോഗം കാണുമ്പോഴത്തേക്ക് ഇത് ഇങ്ങനെ ഒരു സാധനം എഴുതി കണ്ടില്ലല്ലോ. ആ പരിപാടി ഭയങ്കര ഇഷ്ടം, ലൈക്ക് ആരും എഴുതാത്ത പരിപാടികളല്ല. അതെ അതെ, അങ്ങനെ എഴുതിയതാ ചുമ്മാ. പക്ഷെ അത് നല്ല പ്രയോഗമാണല്ലേ, നടുമുറി കൊണ്ടുവന്ന് തൈ നടുന്നവരെ എന്ന് പറയാം. ഇമാജിനേഷൻ ചെയ്യാലോ. അതെ അതെ, നടുമുറി, നമ്മൾ നടുമുറി കൊണ്ട് നമ്മളെ നടുമുറിയിൽ തൈ ഒരിക്കലും മുറ്റത്ത് നടേണ്ട സാധനമല്ലേ എന്നുള്ള സാധനമുണ്ട്. എനിക്ക് ആ ഇമേജേഷൻ പരിപാടി എഴുതുമ്പോ ആ ഇമേജ് കൊള്ളാം, കിട്ടുന്നുണ്ട്, നമുക്ക് ഇമേജ് കിട്ടുന്നുണ്ട്. ഞാനും കൊണ്ടുവന്ന് ഇപ്പൊ സംസാരിക്കുമ്പോഴും ഞാൻ കൊണ്ടുവന്നിട്ട് ടൈല് കുഴിച്ചിട്ട് അതിനകത്തൊരു ഇത് നടാൻ ശ്രമിക്കുകയാണ്. അതെ അതെ അതെ, അതിൻ്റെ ഒരു കോൺട്രഡിക്ഷൻ ആയിരിക്കും ഒരു പക്ഷെ. അത് കൊള്ളാം കേട്ടോ. അതേപോലെ കാരണം കേട്ട പൊളിയും കേട്ട, മരണം കിട്ടാൻ വൈകൂലേട്ട, അതൊക്കെ ഓക്കെ. തിരക്ക് കൊണ്ട അല്ലെങ്കിപ്പോ തീർത്തേനേട്ട. അത് കഴിഞ്ഞിട്ട് ഒരു പ്രയോഗം എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ ഗടാഗടിയൻ ഒരു കടോൽക്കജൻ, എൻ കഠാര കൊടൂര മനോരഞ്ജൻ. അതൊക്കെ. എന്നിട്ട് പറയുന്നതാണ് കൂട്ടിയിട്ട് കത്തിക്കും നീ വാകീറി പൊളിച്ചോണ്ടിരുന്നാലും എന്നെ തന്നെ പഴിച്ചോ എന്ന് പറയുന്നുണ്ട്. അതായത് അവിടെ വാകീറി പൊളിച്ചോണ്ടിരുന്നാലും എന്നെ തന്നെ പഴിച്ചോ എന്ന് പറയുന്ന സ്ഥലത്ത് കുറച്ചൊരു അഗ്രസീവ്നെസ് കൂടിപ്പോയി, ഒരു കുറച്ചൊരു പരിഗണന നിനക്ക് ഞാൻ തരില്ല എന്ന് പറയുന്നതിന്റെ ഒരു ഭാഷ വന്നു. പക്ഷെ അതിന്റെ റീസൺ പറഞ്ഞിട്ടുമില്ല. അതാണ് എന്റെ ലൈക്ക് അത് ഹിപ്ഹോപ്പിലുള്ള ഒരു പരിപാടി തന്നെ. അത് ലൈക്ക് ഞാനാണ് എന്നുള്ള സാധനം. ഞാൻ ഒരു ഇത് പറയാം, ഞാൻ ആകാശവാണിയിൽ പണ്ട് കേട്ടതാ, പാട്ട് എഴുതുമ്പോൾ ഈ ലോകത്തെ ഏറ്റവും വലിയ ആള് ഞാൻ എന്നുള്ള ചിന്ത വേണം. ഏറ്റവും വലിയ ആർട്ടിസ്റ്റ് ഞാൻ, ഏറ്റവും ഇതായിട്ടുള്ള ആൾ ഞാൻ, ഏറ്റവും മോശപ്പെട്ട ആള് ഞാൻ എന്നുള്ള ചിന്ത, ഏറ്റവും നല്ല ആള് ഞാൻ, അത് വേണം. എഴുതി കഴിയുമ്പോൾ അത് പോകണം.